ജിൻസി. ഞാൻ അബ്ബാസിയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവ് തിരുക്കുമാനിലൂടെ എനിക്ക് സാധിച്ചു തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ മകനെ 1.5 വർഷം മുമ്പ് കുവൈറ്റിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവന് കൊണ്ടുവന്ന കമ്പനി ഞങ്ങൾ പറഞ്ഞ വിസയല്ല ഞങ്ങൾക്ക് തന്നിരുന്നത്. ഞങ്ങൾക്ക് അവൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒത്തിരി പ്രയാസം അനുഭവിച്ചു. മാനസികമായും സാമ്പത്തികമായും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാനിവിടെ വന്ന് ബാബു ബ്രദറിനോട് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുക, മോനെയും പങ്കെടുപ്പിക്കുക, മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. 3 മാസം കഴിയുമ്പം കമ്പനിയിൽ നിന്ന് വിസ മാറ്റി അടിച്ചു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവന് ഡ്രൈവറാണ്, ഡ്രൈവർ വിസയിൽ വേണം അവന് ജോലി ചെയ്യാൻ. എന്നിട്ട് അവരത് കൊടുത്തില്ല. ആ കമ്പനി തന്നെ വെയർഹൗസിലാണ് ജോലി കൊടുത്തത്. അവന് ജോലി ഭാരവും ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാലറിയൊന്നും കിട്ടാതെ അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ച് 10-ാം തീയതി കമ്പനിയിൽ നിന്ന് റിലീസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് റിലീസിന് കൊടുത്തു. പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ കമ്പനി ബ്ലോക്ക് ലിസ്റ്റിൽ പെട്ടതായിരുന്നു എന്ന്. അന്നു മുതൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഓഫ്ലൈനിൽ വരാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് മാസത്തിൽ 3 കീമോ വെച്ച് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 3 കീമോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് വരാൻ പറ്റുന്നില്ല. ഒരു അഖണ്ഡ ജപമാല മാത്രമാണ് ഞാൻ ഓഫ്ലൈനായി പങ്കെടുക്കുക. ബാക്കി ഓൺലൈനായിട്ടും എനിക്ക് ഫുള്ളായിട്ട് പോലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും മാതാവിനെ കൈവിട്ടില്ല. സെപ്റ്റംബർ 26-ാം തീയതി അവന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച് മാതാവ് എക്സ്റ്റൻഷൻ കിട്ടി 3 മാസത്തേക്ക്. അത് 6-ാം തീയതി തീരുമായിരുന്നു. 5-ാം തീയതി ആയപ്പോൾ എൻ്റെ ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രയാസപ്പെട്ടു. കാരണം ഒരു ദിവസം 5-ാം തീയതി ഒരു ദിവസം കൂടിയേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ നാളെ ഒരു ദിവസം കൂടി എൻ്റെ മോന് ഈ കുവൈറ്റിൽ നിൽക്കാൻ പറ്റുള്ളൂ. 6-ാം തീയതി അവനെ ഞാൻ കയറ്റി വിടാൻ പോവുക. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ട്രീറ്റ്മെന്റ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ അമ്മ മാതാവ് എന്നെ കൈവിട്ടില്ല. 5-ാം തീയതി 11 മണിയായപ്പോ വിസ അടിച്ചു.